ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു രാജ് ടോക്സ്. ആൽഫ ഡയറക്ടർ ശിവ് റവാലി നെറ്റ്ഫ്ലിക്സിൽ ദ റെയിൽവേ മാൻ എന്ന് പറഞ്ഞിട്ട് മാധവനെയൊക്കെ വെച്ചിട്ടുള്ള ഒരു വെബ് സീരീസ് ചെയ്ത ഡയറക്ടറാണ്. അതിന് മുമ്പ് പുള്ളി AD ആയിട്ട് ധൂം 3 വർക്ക് ചെയ്തിട്ടുണ്ട്. ഫാൻ എന്ന് പറഞ്ഞ ഷാറൂഖ് ഖാന്റെ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പുള്ളികളെ ഒന്ന് നോക്കി വെച്ചോളൂ. YRF യൂണിവേഴ്സിലെ പുതിയ ഡയറക്ടർ. സിദ്ധാർത്ഥ് ആനന്ദിനേക്കാളൊക്കെ ഒരു ഡയറക്ഷന്റെ ഒരു പാറ്റേണും സ്റ്റേജിങ്ങും ഒക്കെ പുള്ളി നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് നന്നായി പണി അറിയാം. പുള്ളി നന്നായി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ പുള്ളിയുടെ ഡയറക്ഷൻ തന്നെയാണ് ഈ പടത്തിന്റെ ഒരു വലിയ മുതൽക്കൂട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടിപൊളി ഹാപ്പനിങ് സ്ക്രീൻ പ്ലേ, ബാക്ക് ടു ബാക്ക് ഒരു എക്സൈറ്റ്മെന്റോട് കൂടി തന്നെ സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാതെ അങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഇപ്പോൾ YRF യൂണിവേഴ്സിലെ പഠാൻ ആണെങ്കിലും ടൈഗർ ആണെങ്കിലും കബീർ സിംഗിന്റെ ക്യാരക്ടർ ആണെങ്കിലും കഴിഞ്ഞതിന് ശേഷം അതിലെ സ്പൈ യൂണിവേഴ്സിലെ 2 സ്ത്രീ കഥാപാത്രങ്ങൾ ആലിയ ഭട്ടും ഷർവറിയിലാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. പുള്ളിക്ക് ഈ 2 പേർക്കും ഈക്വൽ ഇമ്പോർട്ടൻസോട് കൂടി ആലിയ ഭട്ട് കുറച്ചുകൂടി ഒരു വലിയ സ്റ്റാർ ആണ്, ഷർവറി അപ്കമിങ് സ്റ്റാർ ആണ്. ഈ പടത്തോട് കൂടി ഷർവറി വേറൊരു ലെവലിൽ എത്തി നിൽക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ അവർക്ക് 2 പേർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒരു പക്ഷേ വാർ 2 ഒക്കെ കണ്ടിട്ട് ഈ YRF സ്പൈ യൂണിവേഴ്സ് എന്ന് വരുമ്പോൾ ചിരിയാണ് വരുന്നത്. കാരണം ജൂനിയർ NTR കഷത്തിൽ കാറ്റടിക്കാൻ വേണ്ടി ഫ്ലൈറ്റിൽ തൂങ്ങിക്കിടന്ന് വരുന്ന സീനൊക്കെ കണ്ടിട്ട് എൻ്റെ മോനെ എന്താ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നിടത്തുനിന്ന് ഈ ഒരു സെഗ്മെന്റിൽ എത്തുമ്പോഴത്തേക്ക് ഇവർ അത്യാവശ്യം നല്ല രീതിയിൽ ഇതിനെ മേക്ക് ചെയ്തിട്ടുണ്ട്. അടിപൊളി പ്രകടനങ്ങളുണ്ട്. വളരെ ചുരുങ്ങിയ ക്യാരക്ടേഴ്സ്, ബാക്കിയെല്ലാം ചാവാൻ വേണ്ടിയിട്ടുള്ള ആസ് യൂഷ്വൽ പേട്രിയോട്ടിസം, ഫാമിലി ഇമോഷൻസ്. ഇതിനകത്ത് കുറച്ചുകൂടെ ഫാമിലി ഡ്രാമ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രോഗ്രഷൻ കാര്യങ്ങൾ അതൊക്കെ നല്ല രസകരമായിട്ട് വന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പറയുന്നതിൽ തീർച്ചയായിട്ടും സ്പോയിലേഴ്സ് ഉണ്ടാവും. ഇത് പറയുമ്പോഴത്തേക്കും ചെറുപ്പത്തിൽ തന്നെ വേർപെട്ടു പോയ 2 സിസ്റ്റേഴ്സ്, അച്ഛൻ കഥാപാത്രമായിട്ട് വരുന്ന അനിൽ കപൂർ, പുള്ളി റോ ഏജന്റ് ആണ്. മറ്റേ വാർ 2 അശുതോഷ് റാണ മരിക്കുന്നുണ്ട്. അപ്പൊ അതിനുശേഷം പുതിയ എന്താ പറയാ റോ ഏജന്റ് ആയിട്ട് വരുന്ന, റോയുടെ ചീഫായിട്ട് വരുന്ന അനിൽ കപൂറിന്റെ ക്യാരക്ടർ. പുള്ളി ഈ പ്രായത്തിലും പുള്ളിക്കുള്ള കരിഷ്മ, പുള്ളിയുടെ ഒരു ഈ അടുത്ത സമയത്ത് ഒരു സുബൈദാർ ആണെന്ന് തോന്നുന്നു, ഒരു പ്രൈം ആമസോൺ പ്രൈമിൽ വന്നിട്ട് ഒരു ഇതുണ്ടായിരുന്നു. ആ പടം അത്യാവശ്യം ഓക്കെയാണ്. അതിനകത്ത് പുള്ളിക്ക് ഒരു ഓറയുണ്ട്. പുള്ളി ഫൈറ്റ് ചെയ്യുമ്പോൾ ഒരു സ്വാഗ് ഉണ്ട്. ആ അതിന്റെ ഒരു ഇരട്ടി ഇതിനകത്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ പ്രായത്തിലും പുള്ളി ഫൈറ്റ് ചെയ്യുന്നത്. പിന്നെ ആക്ഷൻ കട്ട്സ് ഒക്കെ ആക്ഷൻ കൊറിയോഗ്രാഫി കിഡ്ഡിലുമാണ് ഇതിനകത്ത്. ആലിയ ഭട്ടും ഷർവറിയും ഇവരുടെ ഫൈറ്റ് സീക്വൻസ്, ഇന്റർവെലിന് തൊട്ട് മുമ്പായിട്ടോ ശേഷമോ വരുന്ന ഹൃത്തിക് റോഷന്റെ ഒരു എൻട്രി ഉണ്ട്. അത് ഓൾറെഡി ട്രെയിലറിൽ ആ സ്പോയിലറൊക്കെ അവർ ഇട്ടിട്ടുണ്ട്. വേറെ എന്തെങ്കിലും സ്പോയിലർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സിനിമ കണ്ടു തന്നെ അറിയുക. അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു കിടിലം പാക്കേജ്. ഈ യൂണിവേഴ്സിന്റെ ഇതിൽ വന്നിരിക്കുന്ന ഈ യൂണിവേഴ്സ് ഇഷ്ടമാണെങ്കിൽ, വാർ 2 ഞാൻ അതിൽ പെടുത്തുന്നില്ല, അങ്ങനെ ഇഷ്ടമാണെങ്കിൽ ഇതിനകത്ത് തീർച്ചയായിട്ടും ആസ്വദിക്കാനുള്ള മുതലുണ്ട്. ബോബി ഡിയോൾ എല്ലാ സംസ്ഥാനങ്ങളിലും പോയി പടങ്ങളിൽ അഭിനയിച്ച് മരിച്ച് ഏതാണ്ട് അതേ കഥാപാത്രങ്ങൾ ചെയ്തിട്ടാണെങ്കിലും പുള്ളി ഈ സിനിമയിലും അതേ കഥാപാത്രമാണ്. പുള്ളി മരിക്കുമെന്ന് നമുക്ക് ഏറ്റവും അവസാനം നമുക്കറിയാം. പക്ഷെ ആ ചങ്ങാതി ചെയ്തു വെച്ചിരിക്കുന്ന കുറെ പരിപാടിയുണ്ട്. ഇപ്പോഴും ആ സ്ക്രീനിൽ പുള്ളി വരുമ്പോൾ ഒരു തീ കത്തിക്കലാണ്. അതൊക്കെ നല്ല രസമായിട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റ് അതൊക്കെ തന്നെയാണ്. പേട്രിയോട്ടിസം ഒക്കെ ഒരു അളവിന് ഉപയോഗിച്ചിട്ടുണ്ട്. കറക്റ്റ് മീറ്ററിൽ ഏത് സമയത്ത് സീൻ കത്തിക്കണോ ആ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഗീത എന്ന് പേരാക്കിയിട്ടില്ല. ഈ 2 സിസ്റ്റേഴ്സ് ആലിയ ഭട്ടും ഷർവരിയും അഭിനയിക്കുന്നത് സീതയും ദുർഗയാണ്. അഗെയിൻ ഇതിനകത്ത് ഈ YRF സിനിമകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയും പരിപാടിയും എല്ലാം കിടിലമായിരിക്കും. കൊറിയോഗ്രാഫി കട്ട്സും ഫൈറ്റ് കൊറിയോഗ്രാഫി കട്ട്സും എല്ലാം ഉണ്ടാവും. ഇവര് തന്നെ ഡാൻസും പരിപാടിയും ഒക്കെ ഇതിന്റെ ഇടയ്ക്ക് പിടിക്കണം. യൂറോപ്യൻ ലൊക്കേഷൻസ് അല്ലെങ്കിൽ സ്പെയിന് അതുപോലത്തെ ലൊക്കേഷൻസ് എല്ലാം ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇപ്പൊ കാശ്മീർ, ലഡാക്ക് അതൊക്കെ കാണിച്ചിരിക്കുന്ന പൊളിയാണ്. അതായത് കണ്ടിരിക്കും, സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കൂല. അമ്മാതിരി രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ പോരായ്മകൾ എന്നൊന്നും പറയാൻ പറ്റൂല. കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്തതാണ്. കാരണം YRF യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറെ സംഭവങ്ങളുണ്ട്. ഇപ്പം മൂട്ടി തീ പിടിക്കുന്ന അവസ്ഥയാണെങ്കിലും ഐബ്രോ ഒക്കെ ട്രിംഡ് ആയിരിക്കും, ലിപ് ഗ്ലോസ്, മറ്റേ എന്താ പറയാ മേക്കപ്പ് അടിപൊളിയായിരിക്കും. ഇവര് രക്ഷപ്പെട്ടു പോവാണ് ശത്രുക്കളുടെ ഇടയിൽ നിന്ന്. സേഫ് ഹൗസിലോട്ട് 72 മണിക്കൂറുള്ള സ്ഥലത്തേക്ക് 66 മണിക്കൂറിൽ അത്രയും സ്പീഡിൽ പൊക്കോണ്ടിരിക്കുക. ഒരു ബാക്ക് പാക്ക് ആണ് 2 പേരുടെ കയ്യിലും ഉള്ളത്. അപ്പം അതിനകത്തുള്ള ഡ്രസ്സുകൾ ഓരോ സമയത്ത് മാറുന്ന കാണുമ്പോൾ നമ്മൾ ജെട്ടിപ്പോവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മീറ്ററേ അല്ല അതൊക്കെ. അങ്ങനെ കഥയിലുള്ള ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ സ്പൈ യൂണിവേഴ്സിലെ മറ്റ് കഥയിൽ നിന്നും കുറച്ച് ജനറ്റിക്കൽ മ്യൂട്ടേഷൻ അങ്ങനത്തെ ഒരു ആൽഫ സിറം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് പരിപാടിയൊക്കെ പിടിച്ചിട്ടുണ്ട്.
റിയലിസ്റ്റിക് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ ഇത്തരം സിനിമകളിൽ അതിലൊന്നും ഒരു പ്രസക്തിയില്ല. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഭയങ്കര രസകരമായിട്ടുള്ള ഭയങ്കര ഫാസ്റ്റ് മൂവിങ് സ്ക്രീൻ പ്ലേ, അടിപൊളി ഫൈറ്റ് സീക്വൻസുകൾ, ഫൈറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവർ വന്ന് നിന്ന് സ്ക്രീനിലൊക്കെ നോക്കുമ്പോൾ കത്തിക്കാൻ വേണ്ടിയിട്ട് പുറകിലുള്ള കിടിലം BGM, അങ്ങനെയൊക്കെ നല്ല എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ഒക്കെ ഉള്ള പരിപാടി. സിനിമ മുഴുവൻ ഇരുന്ന് കണ്ടു, മുഴുവൻ ക്രെഡിറ്റ്സും ഇരുന്ന് കണ്ടു. അതിനുശേഷം വലിയ സർപ്രൈസും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇവരെ രണ്ടുപേരെയും വെച്ചിട്ട് ഒരു പാട്ട് വരുന്നുണ്ട്, നല്ല രസമായിട്ട് ഡാൻസ് ചെയ്തിട്ടുണ്ട്. കണ്ണെടുക്കാതെ ഇങ്ങനെ രണ്ടുപേരും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, നമുക്കിങ്ങനെ കണ്ടിരിക്കാം. അപ്പൊ അങ്ങനെ ആകെ മൊത്തത്തിൽ നന്നായി ആസ്വദിച്ച ഒരു YRF യൂണിവേഴ്സ് ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം ആൽഫ. അപ്പൊ ഇനിയുള്ള വരുന്ന കഥാപാത്രങ്ങളും വരുന്ന യൂണിവേഴ്സ് ഇതുകൊണ്ട് തീരുവാണോ അതൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം തിയേറ്ററിൽ പോയി കണ്ടതിൽ ഒരു നഷ്ടവും തോന്നാത്ത, ഫുൾ എൻഗേജ്ഡ് ആയിട്ട് ഇരുന്ന് ആസ്വദിച്ച ഒരു ചിത്രം.